ഒന്നുമില്ല. ആ കാലത്ത് ഹബീബായ മുത്തുനബി പറഞ്ഞതാ, നിങ്ങളുടെ മുമ്പിൽ ഒരു ഭക്ഷണത്തളിക കൊണ്ടുവന്നു, അത് തീരുന്നതിന് എടുത്തുകൊണ്ടുപോയി നിറഞ്ഞ മറ്റൊന്ന് കൊണ്ടുവന്നപ്പോഴും ഒന്നും രണ്ടും മൂടലല്ല, പലവിധ വിധമുള്ള ഭക്ഷണങ്ങൾ കുന്നുകൂടിയിട്ട് ആവശ്യത്തിനും അനാവശ്യത്തിനും ഭക്ഷണം ഉണ്ടായിട്ട് ഒരു സദസ്സിൽ നിന്നാൽ പ്രേമികളിങ്ങനെ മാറ്റപ്പെടുന്ന രീതിയിൽ ഭക്ഷണങ്ങൾ നിറഞ്ഞു തുടങ്ങുന്നൊരു കാലം വരും സഹാബത്തെ. അത് നിങ്ങളുടെ കാലത്ത് വന്നാൽ നിങ്ങളൊക്കെ ചെയ്യും. കാലല്ലേ എവിടുക്കാ പോയത്? എപ്പോ എടുക്കാ പോയത്? നാളെ കല്യാണത്തിന് പോയപ്പോ എല്ലാം പക്ഷെ ഒരാളെ കുടുങ്ങിയത് മട്ടൻ ബിരിയാണി പറ്റാത്ത ഒരു ഭാഗമാണ്, ചിക്കൻ ബിരിയാണി വേറൊരു ഭാഗമാണ്, ബീഫ് ബിരിയാണി വേറൊരു ഭാഗത്ത്, മറ്റേ പച്ചക്കറി ബിരിയാണി വേറൊരു ഭാഗത്ത്, പൊറാട്ടക്കാരി വേറൊരു ഭാഗത്ത്. ഏതാ വണ്ടി എവിടെ താമസ്താത് പറഞ്ഞില്ല, ബിരിയാണി പോകണേ വലത്തോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ ഇടത്തോട്ട്, വെറുചോറ് കറിയും പതവരും താഴോട്ട്, കൈ കഴുകുവാൻ നീ പോകണേ മേലോട്ട്. നെയ്ച്ചോറ് എടുത്തോട്ട് മന്തി വണ്ടിയൊക്കെ ഏതാ വണ്ടി? അപ്പോഴാ ഒരാൾ ചോദിച്ചത് എല്ലാം കൂടെ കിട്ടുന്ന സ്ഥലമാണ്. എല്ലാം കൂടെ അതാ പോലെ വേണ്ടി എല്ലാം വേണം. ബിരിയാണി ഉണ്ടാവണം, ചോറ് ഉണ്ടാവണം, മന്തി ഉണ്ടാവണം, പൊറാട്ട വേണം, തവി തിന്നണം. ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും നിങ്ങൾക്ക് ബസ് കുന്നുകൂടുന്ന കാലം വരും. ആ കാലത്ത് നിങ്ങൾ ജീവിച്ചാൽ സഹാബത്തെ നിങ്ങൾ എന്ത് ചെയ്യും? മൂന്നാമത് വന്നത് സതർത്തം ഉപയോഗം കഴബയുടെ കില്ല മാറ്റപ്പെടുന്നത് പോലെ നിങ്ങളുടെ വീടിന്റെ വിരികൾ മാറ്റപ്പെടുന്ന ഒരു കാലം വരും. കഴബത്തിന്റെ വിരി മാറ്റപ്പെടപ്പെടാൻ കൊല്ലത്തിലൊരു പ്രാവശ്യം. നമ്മുടെ വീട്ടിലും പലനായില്ലേ ദൈനികാണിൽ തൂക്കിയ ആ വിരി അടുത്ത കൊല്ലത്ത് നോക്കുന്ന ഉസ്താദ് കണ്ടായിരുന്നു കണ്ടാല് ഇതെന്നല്ലേ അറിയാനെ കഴിഞ്ഞല്ലുണ്ടായത് മാറ്റാനായില്ലേ. ആദ്യം പുള്ളിയുള്ളത്, പിന്നെ വരള്ളത്, ഇപ്പൊ പുള്ളി വരെയൊന്നും ഇല്ലാത്ത ശേഷി ഇങ്ങനെ മടങ്ങിയിട്ട് പോകുന്നു. ഇനി അത് മാറും, മടങ്ങാണ്ട് കൊണ്ടുണ്ടാവും. ഏതാ മാറ്റേണ്ടത്? നമ്മളെ ബേജാറായി കളിക്കുക. ഒരു കർത്തന്റെ കടേശന്റെ ഏതാ പെടുക? ഈ നിലയ്ക്ക് നിങ്ങൾ വീടുകളിൽ പോലും വിധികൾ മാറ്റപ്പെടുന്ന ഒരു കാലം വരും. ആ കാലത്ത് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? സഹാബത്ത് പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മൂന്ന് കാര്യവും നമ്മൾക്ക് ജീവിതത്തിൽ വന്നതല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, പണ്ട് ഇറാഖിനെ അമേരിക്ക വളഞ്ഞപ്പോൾ സദ്ദാം ഹുസൈൻ പറഞ്ഞിരുന്നു, ഇനി കൊല്ലം വരാൻ വളഞ്ഞാലും കഴിക്കേണ്ട ഭക്ഷണം ഞങ്ങളുടെ ബഗ്ദാദിലുണ്ട്. നമുക്ക് ഒരു കൊറോണ വിളിച്ചിട്ടപ്പോ നമ്മൾ ആരാ പട്ടിണി കിടന്നിരുന്നു? കൊറോണ 2 കൊല്ലം കൊറോണ വന്നിട്ട് ആരാ പട്ടിണി കിടന്നത്? പട്ടിണി കിടന്ന ഒരാളുടെ പോലുമില്ല. ഇപ്പോഴെങ്കിലോ ഇപ്പോഴേ ഒരു മാസം ബന്ധാണെങ്കിലും ഒരു മാസം കഴിക്കാനുള്ളത് നമ്മളെ പോലെ സഹാബത്ത് പറഞ്ഞ നബിയെ, ഇങ്ങനെ ഒരു സംവിധാനം ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് വന്നാൽ ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് ഇത്തിക്കാഫിരുന്ന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ സമയം ചെലവഴിക്കും.
ഞങ്ങളിപ്പോ രാവിലെ പുറപ്പെടുന്നത് കുടുംബത്തില് ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാഞ്ഞിട്ടല്ലേ? ഇഷ്ടം പോലെ ഭക്ഷണം പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജോലിക്ക് പോകുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഇരിക്കുന്നവരുടെ ഏതാണ്ട് 50 കൊല്ലൊക്കെ നമുക്ക് നമ്മളെ കുടുംബത്തിനും ഭക്ഷണം കഴിക്കാനുള്ള സമ്പാദ്യമൊക്കെ ബാങ്ക് അക്കൗണ്ടിലോ അല്ല വരുമാന മാർഗങ്ങളിലോ ആയിട്ട് നിറവേറ്റിയിരിക്കുന്നവർ ഒരുപാട് ആളുകളുണ്ടാവും. സഹാബത്ത് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് നമ്മൾ വർഷത്തിൽ പരിശുദ്ധ റമദാൻ എന്ന ഒരു മാസത്തിലെങ്കിലും അത് നമ്മൾ കൊണ്ടുകഴിയും. പോട്ടെ അവസാനത്തെ 10-ലെങ്കിലും ഈത്തിക്കാഫിരിക്കാൻ നമ്മളെ മനസ്സിനെ ഒതുക്കി. അപ്പോഴൊക്കെ ഫോൺ വരും, മറ്റേ ലോറി ആളെ കൊടുക്കി, അല്ലെ ലോറി ഇവിടെ കൊടുക്കി, അല്ലെ പീടികയിൽ ഇൻകം ടാക്സ് കൊടുക്കണം, അല്ലെ ഇപ്പോഴത്തെ പൈസ ഓടിക്കാൻ പരാതികൾ, നമ്മളുടെ ബിസിനസ്സുമായിട്ടുള്ള പരാതികൾ കേൾക്കാന് ഈത്തിക്കാഫിരിക്കുന്നവർക്ക് വരെ സമയമുണ്ടോ? പിന്നെ നമ്മളെങ്ങനെ ദുനിയാവിൽ നിന്ന് ഒഴിവായിട്ട് ആശ്രമത്തിലേക്ക് വരിക? ഞാൻ പറഞ്ഞു വന്നത് കോടീശ്വരനായ മക്കയിൽ മദീനയിൽ എത്തിയപ്പോഴ് ഏറ്റവും വലിയ ഫഖീറായ മാറിയ ആ മിശ്രബന്ധ ചെറുപ്പക്കാരന്റെ കയ്യിലാണ് ബദർ യുദ്ധത്തിന് പോകുമ്പോൾ ഇസ്ലാമിന്റെ പതാക ഹബീബായ മുത്തുനബി ഏൽപ്പിച്ചത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കൂടെയുണ്ട്, ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കൂടെയുണ്ട്, അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ കൂടെയുണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളല്ലാത്ത പ്രഗൽഭരായ അവരെ നോക്കി ആദ്യം തന്നെ പറയുന്നത് വിസയ്യിദിന അബീ ബക്കർ വഉമർ വഉസ്മാൻ വഅലി വതൽഹത വസുബൈർ من عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم. ഈ 10 ആളുകൾ സ്വർഗത്തിലേക്ക് ടോക്കൺ കിട്ടിയത് കൊടുത്തതാണ്. ഈ 10 ആളെ കൂട്ടത്തിൽ മുസ്അബ് ബിൻ ഉമൈർ എന്ന സഹാബിയില്ല. പക്ഷേ ബദർ യുദ്ധത്തിന്റെ കൊടി പിടിക്കാൻ ഹബീബായ മുത്തുനബി തിരഞ്ഞെടുത്തത് മുസ്അബ് ബിൻ ഉമൈർ. ഉഹദ് യുദ്ധത്തിലാണ് മുസ്അബ് തങ്ങൾ കൊല്ലപ്പെടുന്നത്. ബദറിൽ കൊല്ലപ്പെട്ടിട്ടില്ല. ഉഹദ് യുദ്ധത്തിൽ പോയി കണ്ട ആൾക്കാരുടെ കൂട്ടത്തിൽ ഒരു പോയിട്ടില്ലേ? ഒരു ആ കട്ടിന്റെ ഉള്ളിലാണ് മഹാനായ ഹംസത്തുൽ ഖർറാർ തങ്ങളുടെ ഖബറുള്ളത്. അതിന്റെ തൊട്ടടുത്ത് 2 ഖബറുണ്ട്. ഒന്ന് മുസ്അബ് ബിൻ ഉമൈർ തങ്ങളുടെ ഖബറാണ്. ഉഹദിൽ മുസ്അബ് ബിൻ ഉമൈറിനെ ഒരു ശത്രുവെട്ടി. അപ്പോഴാണ് ഇന്നി ഖതൽതു മുഹമ്മദ, ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് വിളിച്ചു പറഞ്ഞത്. അപ്പൊ പലരും പരിഭ്രാന്തരായി, പലരും ഓടാൻ തുടങ്ങി. ആ പരിഭ്രാന്തിയൊക്കെ പരത്തുന്നത് മുസ്അബ് തങ്ങളുടെ കൊലയുടെ സമയത്ത്. ഞാൻ പറഞ്ഞു വന്നത് മക്കയിൽ കോടീശ്വരനായി ജീവിച്ച് ഇസ്ലാമിലേക്ക് വന്ന് സർവ്വവും മക്കയിൽ ഉപേക്ഷിച്ച് ഒരിടത്തുമായിട്ട് മദീനയിലേക്ക് ഇസ്ലാമിനെ സന്ദർശിക്കാൻ വേണ്ടി പുറപ്പെട്ട മുസ്അബ് ബിൻ ഉമൈർ എന്ന സഹാബിയാണ് ബദറിൽ മുസ്ലിമീങ്ങളുടെ പതാകവാഹകനായത്. അല്ലാഹുവിന്റെ ഹബീബ് അവരെയാണ് തെരഞ്ഞെടുത്തത്. وكان إمام رسول الله رايتان سوداوان إحداهما مع علي بن أبي طالب يقال له العقاد، وكان من مرض عائشة أي ثوبها، وكان
عمر علي يومئذ 20 سنة واللغة مع بعض الأنصار وجعل على الساق قيس بن أبي سمسمة وكان قوة المسلمين قليلا بالنسبة لقوة مدينة. രണ്ട് വരികളായിട്ടാണ് ബദർ ഉണ്ടാകണത്തിലേക്ക് റസൂലുള്ള സഹാബത്തിനെ കൊണ്ടുപോകുന്നത്. മെയിൻ പതാക മിസ്തബിൻ ഉമൈർ തങ്ങളുടെ കയ്യിലാണ്. വലത് ഭാഗത്തുള്ള സഫിന്റെ പതാക മഹാനായ അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ കയ്യിലാണ്. ഇടത് ഭാഗത്തുള്ള പതാക അൻസാരികളിൽപ്പെട്ട ഒരു സഹാബിയുടെ കയ്യിലാണ്. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നത് മദീനയിലുള്ള അധികാരിയായി അവിടെ ജനങ്ങൾക്ക് ഇമാമ നൽകാനും അവിടെ ഭരണം നടത്താനും അബൂ ലുബാബ എന്ന സഹാബിയാണ് റസൂലുള്ളാഹി ഏൽപ്പിച്ചത്. വസ്തഖബല ഇബ്നു ഉമ്മി മക്തൂം അലസ്സലാത്തു ലിന്നാസി ബിൽ മദീന. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം തങ്ങളെയാണ് നിസ്കാരത്തിന്റെ നേതൃത്വം നൽകാൻ ഏൽപ്പിച്ചത്. അതൊക്കെ ഏൽപ്പിച്ചിട്ട് റസൂലുള്ളാഹി മദീനയിലെ ഭരണാധികാരി അബൂ ലുബാബ. റസൂലുള്ളാഹി നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് അബ്ദുല്ലാഹി ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു. ആ മദീനയിൽ ആളൊക്കെ ഏൽപ്പിച്ചിട്ട് ഹബീബായ മുത്തനബി സഹാബത്തിനോട് മുശാവറ ചെയ്യാൻ പോവുകയാണ്. ആ മുശാവറ ചെയ്തു സഹാബത്തിന്റെ തീരുമാനങ്ങൾ അറിഞ്ഞതിന്റെ ശേഷമാണ് ബദർ യുദ്ധത്തിലേക്ക് ഹബീബായ മുത്തനബി പുറപ്പെടുന്നത് എന്ന് മഹാന്മാരെ വെച്ചത് കാണാം. ആ മുശാവറയിൽ ബാക്കി